ഇമാം ഷഫീഖ് അൽ ഖാസിമിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി പോലീസ്. ഇമാം ഷഫീഖ് അൽ ഖാസിം ഒളിവിലാണ്. ഇമാം ജന്മനാട്ടിലും ബന്ധുവീടുകളുമില്ലെന്ന് പോലീസ് പറയുന്നു. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കം നടത്തുന്നതായാണ് സൂചന. കീഴടങ്ങണമെന്ന് അഭിഭാഷകൻ വഴി പോലീസ് ഷഫീഖ് അൽ ഖാസിമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ശിശുക്ഷേമ സമിതി നടത്തിയ കൌൺസിലിംഗിൽ പെൺകുട്ടി പീഡന ആരോപണം നിഷേധിച്ചു. കഴിഞ്ഞ ദിവസം ഇമാമിനെതിരെ പോക്സോ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ഇമാമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് പോലീസ് പറഞ്ഞു. തൊളിക്കോട് ജമാഅത്ത് പ്രസിഡന്റ് പരിധിയിലാണ് കേസ്. പെൺകുട്ടിയോ ബന്ധുക്കളോ പരാതി നൽകാത്തതിനാൽ സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. മുൻകൂർ ജാമ്യത്തിനായി ഷഫീഖ് അൽ ഖാസിമിനെ ഹൈക്കോടതി സമീപിച്ചതിന് പിന്നാലെയാണ് കേസെടുത്തത്. തൊളിക്കോട് ഇമാം പ്രതിയായ പോക്സോ കേസിൽ ഭീഷണി കൊണ്ടാവാം ഇര മൊഴി നൽകാത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇമാമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. പ്രതിയെ 2 ദിവസത്തിനകം അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ഡിവൈഎസ്പി ഡി അശോകൻ പറഞ്ഞു. പ്രതി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കം നടത്തുന്നതുമായാണ് സൂചന. കീഴടങ്ങണമെന്ന് അഭിഭാഷകൻ വഴി പോലീസ് ഷഫീഖ് അൽ ഖാസിമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ശിശുക്ഷേമ സമിതി നടത്തിയ കൌൺസിലിംഗിൽ പെൺകുട്ടി പീഡന ആരോപണം നിഷേധിച്ചു. ഇമാമിനെതിരെ പോക്സോ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ശിശുക്ഷേമ സമിതി നടത്തിയ കൌൺസിലിംഗിൽ പെൺകുട്ടി പീഡന ആരോപണം നിഷേധിച്ചു കഴിഞ്ഞു ദിവസം ഇമാമിനെതിരെ പോക്സോ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തു. ഇമാമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയോ ബന്ധുക്കളോ പരാതി നൽകാത്തതിനാലാണ് സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് കേസെടുക്കാതിരുന്നത്. മുൻകൂർ ജാമ്യത്തിനായി പ്രതി ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് കേസെടുത്തത്. പ്രമുഖ മതപ്രഭാഷകനും തൊളിക്കോട് പള്ളിയിലെ ഇമാമുമായിരുന്ന ഷഫീഖ് അൽ ഖാസിം ഇമാംസ് കൌൺസിൽ സംസ്ഥാന സമിതി അംഗവുമായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പെപ്പാറ വനത്തിൽ ചേർന്ന ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഇമാമിനെയും 14 വയസ്സുള്ള പെൺകുട്ടിയെയും ദുരൂഹ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് സ്ത്രീകൾ കണ്ടതാണ് കേസിന് ആസ്പദമായത്. സംഭവത്തിന് ശേഷം സ്ഥാനത്ത് നിന്ന് ഇമാമിനെ മാറ്റിയിരുന്നു. പീഡിപ്പിക്കാനാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന ആരോപണം പള്ളി കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ ശരിവയ്ക്കുകയും ഇമാം സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അന്വേഷണം.comന് വേണ്ടി അനുശ്രീ വത്സൻ.